അമേരിക്കയും ലാറ്റിൻ അമേരിക്കയും 3 പതിറ്റാണ്ട് തോക്കിന് മുന്നിൽ വിറപ്പിച്ചു നിർത്തിയ വ്യക്തിത്വം. നിയമത്തിനു മുൻപിൽ ഇയാൾ ഒരു കൊടുങ്കുറ്റവാളിയും വില്ലനുമാണ്. എന്നാൽ കൊളംബിയൻ സാമ്രാജ്യത്തിനാകട്ടെ ഇയാൾ ഒരു രക്ഷകനും ദൈവവുമാണ്. പറഞ്ഞു വരുന്ന ലോക പ്രശസ്തി നേടിയ ഡ്രഗ് ലോർഡ് പാബ്ലോ എസ്കോബാറിനെ പറ്റിയാണ്. പ്രശസ്തം എന്നതിനേക്കാൾ കുപ്രശസ്തമായ ജീവിതത്തിന്റെ ഉടമയാണ് പാബ്ലോ എസ്കോബാർ എന്ന മയക്കുമരുന്ന് രാജാവ്. ജീവിതം പോലെ മരണത്തിലും ധീരനായിരുന്നു എസ്കോബാർ. ജന്മനഗരത്തിൽ കൊളംബിയൻ പോലീസിന്റെ വെടിയേറ്റ് വീഴുമ്പോഴേക്കും ഒരു ജനതയുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊക്കൈൻ ഉൾപ്പെടെ മയക്കുമരുന്ന് നിരന്തരമായി കടത്തി കോടീശ്വരനായതിനു പുറമെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ചെയ്ത സേവനങ്ങളാണ് എസ്കോബാറിനെ മയക്കുമരുന്ന് രാജാവ് എന്നതിനപ്പുറം റോബിൻഹുഡ് പദവിയിലേക്ക് ഉയർത്തിയത്. സാഹിത്യത്തിലും അനശ്വരനാണ് പാബ്ലോ. ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹത്തെ പറ്റി എഴുതപ്പെട്ടു, സ്വന്തം മകൻ എഴുതിയതുൾപ്പെടെ. പാബ്ലോയെക്കുറിച്ച് എന്തെഴുതിയാലും വിറ്റുപോകുന്നതായിരുന്നു ഒരു കാലത്തിന്റെ ട്രെൻഡ്. അത് മുതലെടുത്താണ് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയതും. എസ്കോബാർ, ദി ഇൻസൈഡ് സ്റ്റോറി ഓഫ് പാബ്ലോ എസ്കോബാർ, ദി വേൾഡ് മോസ്റ്റ് പവർഫുൾ ക്രിമിനൽ, പാബ്ലോ എസ്കോബാർ, മൈ ഫാദർ ജുവാൻ പാബ്ലോ എസ്കോബാർ തുടങ്ങിയവ ലക്ഷ്യങ്ങൾ ശ്വാസമടക്കി പിടിപ്പിച്ച് വായിപ്പിച്ച പുസ്തകങ്ങൾ ചിലത് മാത്രമാണ്. കൊക്കൈൻ രാജാവ് എന്നായിരുന്നു എസ്കോബാറിന്റെ വിളിപ്പേര്. കോളേജിൽ ചേർന്നെങ്കിലും ബിരുദം പൂർത്തിയാക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പടിക്ക് പുറത്തെത്തിയ എസ്കോബാർ ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെ ഇരുട്ട് നിറഞ്ഞ അധോലോകത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്നായിരുന്നു ഉയർച്ച. നിരോധിച്ച സിഗരറ്റുകളും ലോട്ടറി ടിക്കറ്റുകളും വിറ്റ് പണം സമ്പാദിച്ച അദ്ദേഹം വാഹനമോഷണ ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തു. 70കളുടെ തുടക്കത്തിലാണ് അദ്ദേഹം മയക്കുമരുന്ന് ഗ്രൂപ്പുകളിൽ അംഗമാകുന്നത്. എതിർക്കുന്നവരെയും പോലീസ് ഓഫീസർമാരെ വരെയും തട്ടിക്കൊണ്ടുപോകാനും മടിച്ചിട്ടില്ല. അക്കാലത്തൊന്നും എസ്കോബാറിനെ എതിർക്കാനോ അദ്ദേഹം ചോദിക്കുന്ന പണം കൊടുക്കാതിരിക്കാനോ ധൈര്യമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കൊളംബിയയിൽ. 1976 മെഡലിൻ കാർഡിൽ എന്ന എസ്കോബാറിന്റെ സ്വന്തം സംഘടന നിലവിൽ വന്നു. അമേരിക്കയിലേക്ക് കൊക്കൈൻ എത്തിക്കാനുള്ള വഴി അവരുടെ കുത്തകയായിരുന്നു വർഷങ്ങളോളം. മാസം 70 മുതൽ 80 വരെ ടൺ കൊക്കൈനായിരുന്നു അക്കാലത്ത് അദ്ദേഹം അമേരിക്കയിലേക്ക് കടത്തിയത്. ഇക്കാലത്ത് എതിർ ഗ്രൂപ്പുകളുമായുള്ള സംഘർഷങ്ങളും പതിവായിരുന്നു. എസ്കോബാറിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം കൊളംബിയ ലോകത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ കേന്ദ്രവുമായി. 1982 പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ എസ്കോബാറിന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി. ചേംബർ ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ അംഗത്വം. ഇക്കാലത്ത് നടപ്പാക്കിയ കമ്മ്യൂണിറ്റി വികസന പദ്ധതികളാണ് എസ്കോബാറിനെ ജനപ്രിയനാക്കിയത്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുക, ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. പക്ഷെ സമാന്തര സർക്കാരായി വളർന്നതോടെ എസ്കോബാറിന്റെ അറസ്റ്റിനു വേണ്ടിയുള്ള സമ്മർദ്ദവും അമേരിക്കൻ കൊളംബിയൻ സർക്കാരുകൾ ശക്തമാക്കി. രാജ്യം മരിച്ചുപേർക്ക് നടത്തിയ തിരിച്ചറിവിനൊടുവിലായിരുന്നു അപ്രതീക്ഷിതമായ കീഴടങ്ങൽ. പക്ഷെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് എസ്കോബാർ കടന്നു. ഒടുവിൽ കൊളംബിയ ദേശീയ പോലീസിന്റെ വെടിയുണ്ടയിൽ ആ ഐതിഹാസിക ജീവിതം തന്റെ 44 വയസ്സിൽ അവസാനിച്ചു. കൃത്യമായി പറഞ്ഞാൽ 44 ജന്മദിനം ആഘോഷിച്ചതിന് തൊട്ടടുത്ത ദിവസം. എന്നാൽ കൊക്കൈന്റെ കടുത്ത ലഹരി പോലെ സിരകളെ മത്തുപിടിപ്പിച്ചും അസാധാരണമായ മയക്കത്തിലേക്ക് ഒരു ജനതയെ തള്ളിയിട്ടും അയാൾ ഇന്നും ഒരു ജനതയുടെ ഹീറോ ആണ്. 1949 ഡിസംബർ 1 ജനിച്ച് 1993 ഡിസംബർ 2 മരിച്ചെങ്കിലും എസ്കോബാർ ഇന്നും ഒരു പിടി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു.